Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ പ്രീവിയസ് ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതും ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫോക്കസ് ഏരിയയിൽ ഈ ചാപ്റ്ററിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് അറിയാം, ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാം. ദ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ഉണ്ട്, വാലൻസ് ബോണ്ട് തിയറി, hybridization, അതുപോലെ sp3 sp2 sp hybridization other example, molecular orbital theory and bonding molecular orbital theory based hydrogen molecule, helium molecule and oxygen molecule ബോണ്ടിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ അതിന്റെ മിനിമം ടോപ്പിക്സ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, a molecule of the type AB4E has 4 bond pairs of electrons and 1 lone pair of electron. Predict the most stable structure of this compound. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് VSEPR തിയറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ AB4E എന്നുള്ള ഒരു മോളിക്യൂൾ, ഇപ്പം ഈ AB4E എന്നുള്ളത് എന്താണ്? എ എന്നുള്ളത് നമുക്കറിയാം സെൻട്രൽ ആറ്റം ആണ്, ബി എന്നുള്ളത് എന്താണ്? ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, പിന്നെ ഇ എന്നുള്ളത് എന്താണ്? ലോൺ പെയർ ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് 4 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ആ ഒരു കാര്യം മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്കറിയാം 2 ടേബിൾ ഉണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തർ ടേബിൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആ മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ടേബിളിലോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ടേബിൾ 2 ടേബിളാണ് തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. ഇപ്പൊ VSEPR തിയറി പഠിക്കുമ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏത് മോളിക്യൂൾ തന്നാലും ഈ 2 ടേബിൾ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ജോമെട്രീസ് ആണ്. അതായത് പെർഫെക്റ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ VSEPR തിയറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അത് ഞാൻ വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് VSEPR തിയറിയിൽ പറയുന്നത്, ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത് ആ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. അപ്പോൾ അതിന് ചുറ്റും എന്താവാം, ബോണ്ട് പെയർസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോൺ പെയർസ് ഉണ്ടാവും. ബോണ്ട് പെയർസ് എന്ന് പറഞ്ഞാൽ ആ ആറ്റം എന്താണ്, വേറെ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്, അതായത് അത് ആ ആറ്റം വേറെ ആറ്റത്തിനുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഇലക്ട്രോൺസ്, അതായത് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവാം, അതുപോലെ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാത്ത ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് പറയുന്നത്. അപ്പൊ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ബോണ്ട് പെയർസ് എന്ന് പറയും, ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നവരെ ലോൺ പെയർസ് എന്ന് പറയും. ഇപ്പോൾ ഈ ടേബിളിൽ നമ്മൾ കാണുന്നത് എല്ലാം ബോണ്ട് പെയർസ് മാത്രമുള്ളതാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് ജോമെട്രി എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. അതായത് ആ 2 ഇലക്ട്രോൺ പെയർസും ബോണ്ട് പെയർസ് ആണെങ്കിൽ ലീനിയർ ജോമെട്രി ആയിരിക്കും ആ മോളിക്യൂളിന്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ 3 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഷേപ്പ്, 4 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ എന്താണ് ഷേപ്പ്, 5 ഉണ്ടെങ്കിൽ എന്താണ് ഷേപ്പ്, അതാണ് ഫസ്റ്റ് ടേബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ടേബിളാണ്, രണ്ടാമത്തെ ടേബിളാണ് ആവശ്യം. അപ്പൊ ഇതിൽ എന്താണ് വ്യത്യാസം? അപ്പൊ ഇത് മോളിക്കുലാർ ഷേപ്പ് ആണ്, പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഫസ്റ്റ് ടേബിളിലെ ഇലക്ട്രോൺ പെയർസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് തന്നെ എന്താണ്, ബോണ്ട് പെയർസിന്റെ കൂടെ ഒരു ലോൺ പെയറും കൂടി വന്നാൽ എങ്ങനെ ചേഞ്ച് ആവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പൊ AB2E ടൈപ്പ്, ഈ എ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം ആണ്, ബി എന്ന് പറയുന്നത് ബോണ്ട് പെയർസും, ഇ എന്ന് പറയുന്നത് ലോൺ പെയർസും ആണല്ലോ അല്ലെ. അപ്പൊ AB2E എന്ന് പറയുമ്പോൾ 2 ബോണ്ട് പെയർസും ഒരു ലോൺ പെയറും ഉണ്ടെങ്കിൽ എന്താണ് ഷേപ്പ്? അപ്പൊ 2 ബോണ്ട് പെയർസ് ആൻഡ് 1 ലോൺ പെയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ 3 ഇലക്ട്രോൺ പെയർസ് ആണ്. ആ 3 ഇലക്ട്രോൺ പെയർസ് വരുമ്പോ ഈ ടേബിൾ നോക്കൂ, 3 ഇലക്ട്രോൺ പെയർസ് വരുമ്പോൾ ജോമെട്രി, എക്സാക്ട് ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നത് ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയിലാണ്. പക്ഷേ VSEPR തിയറി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്,
അപ്പം ഇലക്ട്രോൺസിന്റെ റിപ്പൽഷൻ ഏറ്റവും കൂടുതലാവുന്നത് ലോൺ പെയർ വരുമ്പോഴാണ്. അപ്പൊ ലോൺ പെയർ റിപ്പൽഷൻ കൂടുതലാണ് എന്തിനേക്കാളും, ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷനേക്കാളും. അതിനേക്കാളും കുറവാണത് ബോൺ പെയർ റിപ്പൽഷൻ. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ നോക്കുമ്പോൾ ഓൺലി ബോൺ പെയർ റിപ്പൽഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇതിലേക്ക് പോകുമ്പോൾ, അതായത് ലോൺ പെയർ വരുമ്പോൾ അതിന്റെ റിപ്പൽഷന്റെ റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഡിഫറെന്റ് ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ചെയ്യുന്നത് ഡിഫറെന്റ് റേറ്റിലായിരിക്കും. അപ്പൊ അത് കാരണം എന്താണ്, ഷേപ്പ് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടേബിളും കൂടി അറിഞ്ഞിരിക്കണം. അപ്പം 2 ബോണ്ടിങ് പെയേഴ്സും 1 ലോൺ പെയേഴ്സും ഉണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ബെൻഡ് ആയിരിക്കും. അതുപോലെ നമ്മളോട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് AB4E എന്നാണ് അല്ലെ. അപ്പോൾ 4 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, 1 ലോൺ പെയറും. അപ്പൊ ഇവിടെ നോക്കൂ, 4 ബോണ്ട് പെയേഴ്സും 1 ലോൺ പെയറും. അപ്പൊ ടോട്ടൽ 5 ആണ്. ടോട്ടൽ 5 ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്. പക്ഷെ ഈ ഔട്ട് ഓഫ് ദിസ് 5 1 is ലോൺ പെയർ. അപ്പോൾ എന്താണ് ജോമെട്രി സീസോ ജോമെട്രിയാണ്. സീസോ ഷേപ്പിലായിരിക്കും ആ മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ഇപ്പൊ AB4E, ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ആ 2 ടേബിൾ, അപ്പൊ ഏതൊരു മോളിക്യൂളിന്റെയും ജോമെട്രി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ 2 ടേബിൾ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Predict the shape of XeF4 molecule according to VSEPR theory. ഓക്കെ, ഇതും VSEPR തിയറിയാണ്. നേരത്തെ പറഞ്ഞ ഈ ടേബിൾ അറിയണം നമുക്ക്, എന്നാൽ മാത്രമേ ഇതും ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ നോക്കാം, XeF4 ഇപ്പൊ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഏത് ആറ്റമാണോ ഒരു സിംഗിൾ മോളിക്യൂൾ ഉള്ളത്, അതായത് ഒരു മോളിക്യൂൾ മാത്രം, ഒരു ആറ്റം മാത്രം പ്രസന്റ് ആയിട്ടുള്ളത്, അതാണ്. ഇപ്പൊ ഒരു മോളിക്യൂളിൽ ഒരു ടൈപ്പ്, 2 ടൈപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് ആറ്റംസ് ഉണ്ടാവാം. അതിൽ ഒരു ടൈപ്പ് ആറ്റം ഒന്ന് മാത്രം പ്രസന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെയാണ് നമ്മൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ Xe ഒന്നേ ഉള്ളൂ, ഫ്ലൂറിൻ എത്ര ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് Xe ആണ്, അതായത് സീനോൺ. അപ്പൊ സീനോണിന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് നമുക്കറിയാം അല്ലെ. ഇപ്പൊ VSEPR തിയറിയിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് സെൻട്രൽ ആറ്റത്തിന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, നമുക്കറിയാം ഇതൊരു നോബൽ ഗ്യാസ് ആണ്. നോബൽ ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്, നോബൽ ഗ്യാസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്തായിരിക്കും, 8 ആയിരിക്കും. അപ്പോൾ 8 ഡോട്ട്സ് ഉണ്ടാവും, അതായത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 8 ആണ്. ഇതാണ് ഇതിന്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അറിഞ്ഞിരിക്കണം. അതിലോട്ട് എന്താണ് 4 ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺസ് ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാം നമ്പർ ഓഫ് ബോണ്ടിങ് പെയേഴ്സും നമ്പർ ഓഫ് ലോൺ പെയേഴ്സും. നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് ആൻഡ് ലോൺ പെയേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 4 ആണ്, പ്ലസ് 2 ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രീവിയസ് ടേബിളിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, 4 + 2 എന്താണ് ഷേപ്പ്, 4 + 2, അതായത് 4 ബോണ്ട് പെയേഴ്സും 2 ലോൺ പെയേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പ് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. അപ്പൊ ഇത്രയും ചെയ്യാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ ഷേപ്പ്, XeF4 മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ പ്ലാനാർ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായാലും ഇത്രയും എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഏത് മോളിക്യൂൾ തന്നാലും നിങ്ങൾക്ക് ഇതുപോലെ നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഒന്നാമത്തത് സെൻട്രൽ ആറ്റം ഏതാണ് ഡിസൈഡ് ചെയ്യുക, സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ, ഇപ്പൊ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ നോക്കുക, അതിൽ എത്ര ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക, നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും കൗണ്ട് ചെയ്യുക, എന്നിട്ട് ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. VSEPR theory is used to predict the shape and bond angle of molecules. Write the postulates of VSEPR theory. ഇപ്പം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നേരത്തെ ഇതിന്റെ അപ്ലിക്കേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇത് ഡയറക്റ്റ് ആണ്.
അപ്പൊ പോസ്റ്റ്ലേറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് അപ്പം മാർക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പം 2 മാർക്കിനൊക്കെ ആണെങ്കിൽ 4 പോസ്റ്റ്ലേറ്റ്സ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിരിക്കണം. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു സെൻട്രൽ ആറ്റം. അപ്പം ഒരു ആറ്റം, ഒറ്റ ആറ്റം മാത്രം പ്രസന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ്, ടൈപ്പ് ആറ്റം ഉണ്ടാവും ഒരു മോളിക്യൂളിൽ. അപ്പൊ അതാണ് സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. ചില കേസിൽ അത് 2 ആയിരിക്കും. അപ്പൊ മിനിമം നമ്പർ ഏതാണോ അത് നിങ്ങൾ സെൻട്രൽ ആറ്റം ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പം അതിന്റെ ചുറ്റും എത്ര വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് എത്ര ഇലക്ട്രോൺസ്, അപ്പോൾ അതിന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പം അതാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ആ മോളിക്യൂളിന്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എല്ലാം ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പൊ ഇലക്ട്രോൺസിനെല്ലാം എന്ത് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരെല്ലാം കൂടി അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം അല്ലെ. പോസിറ്റീവും ഒരേ ചാർജസ്, പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും അടുത്തോട്ട് വന്നാൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും അല്ലെ. ഇവർക്കെല്ലാം അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഒക്കെ ഉള്ള കഴിവുണ്ട്. അപ്പം ഒരേ ചാർജസ് ആണ് അടുത്ത് വരുന്നതെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. ഡിഫറെന്റ് ചാർജസ്, അതായത് ഒരു പോസിറ്റീവും നെഗറ്റീവും അടുത്ത് വന്നാൽ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് എല്ലാം കൂടി അടുത്ത് വരാൻ നോക്കിയാൽ എന്താവും. അപ്പൊ അതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്, ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. അപ്പൊ ഈ റിപ്പൽഷൻ, അതായത് അവർ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഇപ്പൊ രണ്ടാളും അടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരാൾ മറ്റേ ആളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് റിപ്പൽഷൻ. അപ്പൊ അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യും, അങ്ങനെ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി അവര് ഏറ്റവും ദൂരെ പോയിട്ടാണ്, മാക്സിമം കഴിയാവുന്നത്ര ദൂരെ പോയിട്ടാണ് അവര് occupy ചെയ്യുന്നത്. അതാണ് തേർഡ് പോസ്റ്റ്ലേറ്റ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ ദ ഇലക്ട്രോൺ പെയർസ് സ്റ്റേ അറ്റ് എ മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെ നാലാമത്തെ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത് ഈ ഇലക്ട്രോൺ പെയർസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ടാവാം. ഓക്കെ, ഒന്നാമത്തത് ബോണ്ട് പെയർസും രണ്ടാമത്തത് ലോൺ പെയർസും. ബോണ്ട് പെയർസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആറ്റംസ്, ഇലക്ട്രോൺസ്. ലോൺ പെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാത്ത ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവാം ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും റിപ്പൽഷന്റെ അളവ് സെയിം അല്ല. അപ്പോൾ രണ്ടുപേർക്കും നമുക്കറിയാം ബോണ്ട് പെയർസ് ഓൾറെഡി ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണ്, അതിന്റെ കൂടെ അവർക്ക് റിപ്പൽ ചെയ്യും വേണം. പക്ഷെ രണ്ടാമത്തെ ആൾക്കാര് ലോൺ പെയർസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പൽ ചെയ്യാൻ പറ്റും, അതായത് കൂടുതൽ ഫോഴ്സ് എടുക്കാൻ പറ്റും. ശരിയല്ലേ. അപ്പം അത് തന്നെയാണ് നാലാമത്തെ കാര്യം പറയുന്നത്. അതായത് നമുക്കൊരു എല്ലാം ബോണ്ട് പെയർസ്, അതായത് ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എല്ലാം ബോണ്ട് പെയർസ് ആണെങ്കിൽ ആ മോളിക്യൂളിന്റെ ജോമെട്രി പെർഫെക്റ്റ് ജോമെട്രി ആയിരിക്കും. പക്ഷെ അതിന് എന്താ പറയുക, ഡിസ്റ്റോർഷൻ സംഭവിക്കും അതില് ചില ലോൺ പെയർസ് ഉണ്ടെങ്കിൽ. അപ്പം ലോൺ പെയർസിന്റെ പ്രസൻസ് ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ കോസസ് ദ ഡിസ്റ്റോർഷൻ ഇൻ ദ എക്സ്പെക്ടഡ് ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്കൊരു പെർഫെക്റ്റ് ജോമെട്രി ഉണ്ടാവാം അല്ലെ. അപ്പൊ ആ ജോമെട്രി എന്താണ്, എല്ലാം ബോണ്ട് പെയർസ് ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് ജോമെട്രി ഉണ്ടാവും. അതിൽ ലോൺ പെയർസ് വരുവാണെങ്കിൽ ആ പെർഫെക്റ്റ് ജോമെട്രിക്ക് ഡിസ്റ്റോർഷൻ നടക്കും. ഓക്കെ, അപ്പൊ എക്സ്പെക്ടഡ് ജോമെട്രിക്ക് ഡിസ്റ്റോർഷൻ നടക്കും എന്ത് വന്നാൽ, ലോൺ പെയർസ് വന്നാൽ. അതാണ് നാലാമത്തെ പോസ്റ്റ്ലേറ്റ്. ഇപ്പൊ പിന്നെ പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ലോൺ പെയർസും നമ്മൾ റിപ്പൽഷൻ എപ്പോഴും വളരെ കൂടുതലായിരിക്കും. ലോൺ പെയർസും ബോണ്ട് പെയർസും തമ്മിലുള്ളത് അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അതിനേക്കാളും കുറവായിരിക്കും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. ഓക്കെ, പിന്നെ ആംഗിൾ, അതായത് ആംഗിളിനെ പറ്റി പറയുമ്പോൾ ആംഗിൾ എപ്പോഴും എന്താണ്, ഇലക്ട്രോൺ പെയർസ് തമ്മിലുള്ള ആംഗിൾ കൂടി കഴിഞ്ഞാൽ എപ്പോഴും റിപ്പൽഷൻ ഡിക്രീസ് ചെയ്യും. അതിനു വേണ്ടി അവർ മാക്സിമം ദൂരെ ഉള്ള പ്ലേസിൽ പോയിട്ടാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാലും ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മളത് ഒരു സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഒരു പോസ്റ്റ്ലേറ്റ് ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോസ്റ്റ്ലേറ്റ് എങ്കിലും നിങ്ങൾ 2 മാർക്കിന് എഴുതണം. അത് 6 പോസ്റ്റ്ലേറ്റ് ആയിട്ടും എല്ലാ പോസ്റ്റ്ലേറ്റും നിങ്ങൾ എഴുതണം 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ എഴുതണം. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി
നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? VSEPR theory is used to predict the shape of the covalent molecules. State the main postulates of VSEPR theory. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Based on VSEPR theory, predict the shape of H2O, H2O and NH3. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്. എന്തൊക്കെയാ ചെയ്യാനുള്ളത്? ഇപ്പൊ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ ആദ്യം ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റം എടുക്കുക. അപ്പം H2O എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ നമ്പർ ഓഫ്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാം. അപ്പം ഓക്സിജന് നമുക്കറിയാം 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം 6 ഡോട്ട്സ് കൊടുക്കുക. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 6 ആണ്. ഇനി എന്താണ്, എത്ര ബോണ്ടിങ് പെയർസ്, ഇതിൽ എത്ര എണ്ണം വേറെ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2H2O ആണ്. ഇപ്പം 2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ബാക്കി എത്രയുണ്ട്? 4. ഇപ്പൊ 4 എന്ന് പറയുമ്പോൾ 2 പെയേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ്? 1 ബോണ്ട് പെയർ, 1 ബോണ്ട് പെയർ, ഹിയർ 1 ലോൺ പെയർ, 1 ലോൺ പെയർ. അപ്പം 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട്. അപ്പം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിൾ റെഫർ ചെയ്യാം. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബെൻഡ് ഷേപ്പ് ആണ്. ഒരു വി ഷേപ്പ് ആണ് ഈ മോളിക്യൂളിന് ഉണ്ടാവുക. അതായത് ഓക്സിജൻ സെൻട്രൽ, പിന്നെ 2 ഹൈഡ്രജൻ ആറ്റം, 2 ലോൺ പെയർസും ഉണ്ടാവും. ഇതാണ് ശരിക്കും വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ NH3 എന്ന് ചെയ്ത് നോക്കിയ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് NH3 ചെയ്യാം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പൊ NH3 ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെൻട്രൽ ആറ്റം ഡിസൈഡ് ചെയ്യുന്നു. അത് നൈട്രജൻ ആറ്റം ആണ്. ഇനി എന്താണ് നൈട്രജന്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. പക്ഷെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. 1s2, 2s2, 2p3 അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 ആണ്. അതിൽ 3 ബോണ്ടിങ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബോണ്ട് പെയർസും ലോൺ പെയർസും നോക്കിക്കോളൂ. 3 ബോണ്ട് പെയർസ് പ്ലസ് 1 ലോൺ പെയർ. അപ്പം ഷേപ്പ് ഏതാണ്? ട്രൈഗണൽ പിരമിഡൽ ഷേപ്പ് ആണ്. പിരമിഡൽ ഷേപ്പ് ആണ് ഇതിനുള്ളത്. അപ്പം NH3 നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. അപ്പൊ NH3 ഷേപ്പ് പിരമിഡൽ ആണ്. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് ഷേപ്പ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ളൂ. ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്, ബോണ്ട് ആംഗിൾ ഡിഫറെന്റ് ആണ് രണ്ട് കേസിലും. ഫസ്റ്റ് കേസിൽ ബോണ്ട് ആംഗിൾ 104 ഡിഗ്രി 28 മിനിറ്റ്, അതായത് 104.5 ഡിഗ്രി ആണ്. രണ്ടാമത്തെ NH3 ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 107 ഡിഗ്രി ആണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ്? എക്സ്പ്ലെയിൻ ദ ബോണ്ട് പെയർസ് ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ് electrons H2O and NH3 molecule with a suitable drawings. Electrons off, ഇവിടെ ഒരു ഓഫ് വിട്ടിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇപ്പോഴേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഫസ്റ്റ് കേസ് ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ്, നമുക്കറിയാം അത് എന്താണ് അല്ലെ? ബോണ്ട് പെയർസ് എന്ന് പറയുമ്പോൾ ദ ഇലക്ട്രോൺസ് വിച്ച് ഇൻവോൾവ് ഇൻ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ബോണ്ട് പെയർസ്. And lone pairs എന്ന് പറയുമ്പോൾ the electrons which do not involve in ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യാത്ത ഇലക്ട്രോൺസ് ആണ് ലോൺ പെയർസ്. ഇപ്പൊ H2O, ഇപ്പൊ നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ലോൺ പെയർസും എത്ര ബോണ്ട് പെയർസും ഉണ്ട്. അപ്പൊ അതൊന്ന് സെയിം ആൻസർ തന്നെ ഇവിടെയും കിട്ടും. ഇപ്പൊ സെയിം ഇപ്പം H2Oയില് 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട്. അതുപോലെ അമോണിയ എടുക്കുകയാണെങ്കിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ട്. ഇതിൽ രണ്ടിന്റെയും എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഈക്വൽ ആണ്. പക്ഷെ നമ്പർ ഓഫ് ബോണ്ട് പെയർസും ലോൺ പെയർസും എടുക്കുമ്പോൾ രണ്ടും ഡിഫറെന്റ് ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾ ഓഫ് NH3 മോളിക്യൂൾ യൂസിങ് VSEPR തിയറി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്തത്, ഗിവ് ദ ഷേപ്പ് ഓഫ് NH4 പ്ലസ് അയോൺ. NH4 പ്ലസ് അയോണിന്റെ ഷേപ്പ് എന്താന്ന് നോക്കാം. ടെട്രാഹെഡ്രൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കിട്ടുന്നെന്ന് നോക്കാം. അപ്പൊ NH4 പ്ലസ് അയോൺ ആണ്. അതിന്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആറ്റം ആണ്. അപ്പൊ NH4 പ്ലസ് അയോൺ, ഇവിടെ ഒരു പ്ലസ് ഉള്ള കാരണം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ നമുക്ക് എന്ത് കിട്ടില്ല?
ഈ 5 എന്നുള്ളത് കിട്ടില്ല, അതിന്ന് 1 കുറവായിരിക്കും. ഇപ്പൊ എപ്പോഴും ഒരു പ്ലസ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ കുറവാണെന്നാണ് അല്ലേ? അപ്പോ നൈട്രജൻ എഴുതി കഴിഞ്ഞിട്ട് അതിന് ചുറ്റും 5 വാലൻസ് ഇലക്ട്രോൺ വേണ്ടതാണ്. പക്ഷേ ഈ പ്ലസ് ചാർജ് ഉള്ള കാരണം നമുക്കറിയാം ഒരു ഇലക്ട്രോൺ എപ്പോഴും കുറവായിരിക്കും. ഒരു പ്ലസ് ചാർജിന് നമ്മൾ ഒരു ഇലക്ട്രോണിനെ സബ്ട്രാക്ട് ചെയ്യണം, അതൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി അതിൽ എത്ര ബോണ്ട് പെയേഴ്സ് ഉണ്ട് നോക്കണം. അതിനുവേണ്ടി എത്ര ബോണ്ടിങ് ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇലക്ട്രോണും എന്താണ്? ബോണ്ടിങ് ആണ്. അപ്പൊ നമുക്ക് ഈസിയാണ് ഇവിടെ അല്ലെ? അതായത് 4 ബോണ്ട് പെയേഴ്സ് ഉണ്ട്. എത്ര ലോൺ പെയേഴ്സ് ഉണ്ട്? ലോൺ പെയേഴ്സ് ഇതിനില്ല, അപ്പൊ 0 ലോൺ പെയേഴ്സ് ആണ്. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ജോമെട്രി ആണ്. 4 ബോണ്ട് പെയേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും പെർഫെക്റ്റ് ജോമെട്രി? ടെട്രാഹെഡ്രൽ. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The attractive force which holds atoms together in a molecule is called a chemical bond. Explain the formation of a hydrogen molecule on the basis of the valence bond theory. അപ്പോൾ ഇത് വാലൻസ് ബോണ്ട് തിയറിയുടെ എന്നുള്ള കൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് എ H2 മോളിക്യൂൾ ഓൺ ദ ബേസിസ് ഓഫ് ദ വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. ഇപ്പൊ വാലൻസ് ബോണ്ട് തിയറി, ഇപ്പൊ ഇവിടെ H2 മോളിക്യൂൾ ആണ്. ഇപ്പൊ സെയിം എക്സാമ്പിൾ ആണ് നമ്മുടെ ബുക്കിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു H2 മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. അപ്പൊ H2 മോളിക്യൂൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളത് വാലൻസ് ബോണ്ട് തിയറി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ H2 മോളിക്യൂൾ നമുക്കറിയാം 2 ഹൈഡ്രജൻ ആറ്റം. 2 ഹൈഡ്രജൻ ആറ്റം അത് ഒരുപാട് ദൂരെ നിൽക്കുമ്പോൾ എന്താണ് അവ തമ്മിൽ, പ്രത്യേകിച്ച് 2 ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പം 2 ഹൈഡ്രജൻ ആറ്റത്തിനും നമുക്കറിയാം എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? പിന്നെ അതിന്റെ ചുറ്റും ഒരു ഒറ്റ ഇലക്ട്രോണും ഉണ്ട്. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഹൈഡ്രജൻ ആറ്റം അടുത്തേക്ക് വരുന്നതും എങ്ങനെയാണ് അത് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് VBT വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഈ 2 ആറ്റവും ഒരുപാട് ദൂരെയാണെങ്കിൽ എന്തില്ല, അവ തമ്മിൽ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കുറെ ദൂരെയുള്ളതുമായിട്ട് എന്താക്കാൻ പറ്റില്ല, ഒരു ആറ്റത്തിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അതിനെ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ അത് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അത് നമുക്കറിയാം അല്ലെ? അപ്പോൾ ഏതൊരു ആറ്റം എടുത്താലും അതിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോൺസിനാണെങ്കിലോ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ അല്ലെ? പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും അട്രാക്ട് ചെയ്യും. ആക്ച്വലി ഒരു ആറ്റം അങ്ങനെ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ആറ്റം എക്സിസ്റ്റ് ചെയ്യാൻ കാരണം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. സോ ദ ആറ്റം എക്സിസ്റ്റ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് force of attraction between the positively charged protons and negatively charged electrons. Okay, അപ്പോൾ ആ ഒരു അട്രാക്ഷൻ ഇതിനുണ്ട്. അപ്പോൾ ഈ ആറ്റത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഈ ആറ്റത്തിനുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഇത് രണ്ടും അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ അടുത്തോട്ട് വരിക എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇത് ദൂരെയാണെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ ഇത് അടുത്തോട്ട് വരുമ്പോൾ എന്താണ്, ഇതിന് ചില പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും റിപ്പൽഷൻസും ഇതിന് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ചാൻസസ്? ഇപ്പൊ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്തായി, ഇപ്പൊ ഞാൻ ഈ മോളിക്യൂളിനെ 2 ആറ്റത്തിനെയും അടുത്തോട്ട് കൊണ്ടുവരാണ്. അപ്പൊ ഞാൻ ഒന്നിനെ ഇറേസ് ചെയ്തിട്ട് അടുത്തോട്ടാക്കാം. ഇപ്പൊ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഈ 2 എണ്ണം കുറെ അടുത്തോട്ട് വന്നപ്പോ ഇവിടെ ഈ 2 ഇലക്ട്രോൺസും അടുത്തടുത്ത് വന്നു, 2 ന്യൂക്ലിയസ് അടുത്തടുത്ത് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈസി ആയിട്ട് മനസ്സിലാക്കാം, ഇതിന് കുറച്ച് പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും, അതായത് ഇന്ററാക്ഷൻ കൂടി പുതിയ കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും റിപ്പൽഷൻസും വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും റിപ്പൽഷൻസും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലൈക്ക് ചാർജസ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജ് ആണ്, അത് റിപ്പൽ ചെയ്യും അല്ലെ? അപ്പോ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഏതൊക്കെയായിരിക്കും? കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, അത്
ന്യൂക്ലിയസും തമ്മിലൊരു റിപ്പൽഷൻ വരും അല്ലെ. അപ്പം ഈ ആറ്റത്തിന് നമ്മൾ ഏത് പേര് കൊടുക്കുകയോ ഈ ആറ്റത്തിന് ബിന്ന് പേര് കൊടുക്കുകയും ചെയ്താൽ എയും NBയും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും. അപ്പം അത് പുതിയൊരു ഫോഴ്സ് ആണ് അല്ലെ. അപ്പം ആദ്യം ഓൾഡ് ഫോഴ്സ്, ഞാൻ ഇവിടെ ഓൾഡ് ഫോഴ്സ് എഴുതാം, OF ഓൾഡ് ഫോഴ്സ്, ഇവിടെ ന്യൂ ഫോഴ്സ് എഴുതാം. ഓക്കെ, അപ്പൊ ഓൾഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഓൾഡ് ഫോഴ്സ്? ഓൾഡ് ഫോഴ്സ് ആകെ രണ്ടെണ്ണം ഉണ്ടാവും. ഒന്നാമത്തത് ഇപ്പം പേരാണ്, ഞാൻ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് പേര് കൊടുക്കാം, എ എന്നുള്ള പേര് കൊടുക്കാം. അപ്പം ന്യൂക്ലിയസ് ഓഫ് എ, ഇലക്ട്രോൺസ് ഓഫ് എനെ എന്താവും? അട്രാക്ട് ചെയ്യും. അതുപോലെ ന്യൂക്ലിയസ് ഓഫ് ബി, ഇലക്ട്രോൺസ് ഓഫ് ബിനെ അട്രാക്ട് ചെയ്യും. അപ്പം ഇതാണ് എന്താണ് ഇത് രണ്ടും, ഈ ആറ്റംസ് വളരെ ദൂരെ ആയിരുന്നപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ കുറച്ച് കൂടുതൽ ഫോഴ്സസ് വന്നിരിക്കുകയാണ്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഓഫ് ആറ്റം എ റിപ്പൽ ന്യൂക്ലിയസ് ഓഫ് ബി, ഇതൊരു റിപ്പൽഷൻ ഫോഴ്സ് ആണ്. അതുപോലെ ഒരു റിപ്പൽഷൻ ഫോഴ്സും കൂടി ഉണ്ടാവും, ഇലക്ട്രോൺസ് ഓഫ് ആറ്റം എ റിപ്പൽ ഇലക്ട്രോൺസ് ഓഫ് ആറ്റം ബി. ഇത് റിപ്പൽഷൻ ഫോഴ്സസ് ആണ്, റിപ്പൽഷൻ ഫോഴ്സസ്. അതുപോലെ അട്രാക്ഷൻ ഫോഴ്സസും ഉണ്ടാവും അല്ലെ, എക്സ്ട്രാ. അപ്പോൾ ഏതൊക്കെയാണ് അട്രാക്ഷൻ ഫോഴ്സ്? ന്യൂക്ലിയസ് ഓഫ് എ ക്യാൻ അട്രാക്ട് ഇലക്ട്രോൺസ് ഓഫ് ബി. അപ്പൊ എന്താണ് വ്യത്യാസം? ഇവിടെ ഇലക്ട്രോൺസ് ഓഫ് എനാണ്, എയുടെ ഇലക്ട്രോൺസിനെ തന്നെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് എയുടെ ന്യൂക്ലിയസ് ബിയിലെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. രണ്ടാമത്തത് ന്യൂക്ലിയസ് ഓഫ് ബി ക്യാൻ അട്രാക്ട് ഇലക്ട്രോൺസ് ഓഫ് എ. അപ്പൊ ഇത്രയും ഫോഴ്സസ് ഉണ്ട്. അപ്പം ഈ ഫോഴ്സസിലെ എക്സ്പെരിമെന്റലി സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോഴ്സ് ഓഫ് റിപ്പൽഷനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് കാരണം ആറ്റംസ് എപ്പോഴും ഇപ്പം ഫോഴ്സ് കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്, ആറ്റംസ് അടുത്തോട്ട് വരും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഈ എനർജി എപ്പോഴും ആറ്റം മോളിക്യൂൾ ആവുന്നത്, ആറ്റം മോളിക്യൂൾ ആയിട്ട് മാറുന്നത്, ആറ്റംസ് എപ്പോഴും മോളിക്യൂൾ ആവുന്നത് എന്തിനാണ്? ഈ അട്രാക്ഷൻ ഫോഴ്സ്, അതായത് ഫോഴ്സസ് എനർജി മിനിമൈസ് ചെയ്യാനാണ്, എന്നിട്ട് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും അടുത്തോട്ട് വരും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ ഇതിന്റെ എനർജി മിനിമം ആവും. ആ സമയത്ത് അതിനെ അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അതിന് ആ മോളിക്യൂള് സ്റ്റേബിൾ ആയിരിക്കും. അപ്പം രണ്ടാറ്റവും സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ നിൽക്കും. അതാണ് നമുക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്. പോസ്റ്റ്ലേറ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കാം. അതായത് പോസ്റ്റ്ലേറ്റ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ ടു ഹൈഡ്രജൻ ആറ്റം, വെൻ ദ two atoms are at large distance from each other, there is no interaction between them, so their potential energy is 0. When the two atoms approach each other, new attractive and repulsive forces begin to operate. Experimentally, it has been found that the magnitude of the new attractive force is more than the new repulsive forces. So the atoms approach each other and potential energy decreases. At a particular stage, the net attractive force balances the net repulsive forces and the energy becomes minimum. At this stage, the hydrogen atoms are said to be bonded together to form a stable molecule. അപ്പം ഇത്രയും നമ്മൾ എഴുതണം. വാലൻസ് ബോണ്ട് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് എനർജി ഡയഗ്രാം ആണ്. എനർജി കൂടുന്നത് ഇങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോൾ എനർജി കൂടും, റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്, അതായത് രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? ഇപ്പോൾ വളരെ ദൂരെയാണ്. അപ്പം ഇവിടെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അത് അടുത്തോട്ട് വരുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തോട്ട് വരുമ്പം എനർജി കുറയും. അത് കഴിഞ്ഞ് എനർജി കുറഞ്ഞു വന്ന് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ മിനിമം എനർജി വരും. അപ്പൊ അതാണ് ബോണ്ടിങ്. അപ്പം ബോണ്ടിങ്ങിന്റെ സമയത്ത് എന്താണ്, മിനിമം എനർജി ആയിരിക്കും. അപ്പൊ ഇത്രയും നിങ്ങൾ ഈ ഡയഗ്രാം കൂടി കാണിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഈ 435.8 കിലോ ജൂൾ എന്ന് പറയുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്. അപ്പം ഇത്രയും എനർജി ആണ് എന്താണ്, കുറയും. അതായത് ഇത്രയും എനർജി റിലീസ് ആവും. ഇപ്പോ
ഈ ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്ന H2 + 435.8 കിലോ ജൂൾ ഗീവ്സ് H + H. അതായത് ഈ 435.8 കിലോ ജൂൾ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂളിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റംസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എഴുതിയില്ലെങ്കിലും നിങ്ങൾ എന്ത് എഴുതണം? അപ്പോൾ 435.8 കിലോ ജൂൾ ആണ് അതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നുള്ളത് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ ദ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ ഹൈഡ്രജൻ മോളിക്യൂൾ ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റംസ്. അത് തന്നെയല്ലേ നമ്മളിപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യനും ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ എനർജി ഡയഗ്രാം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡ്രോ ദ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ഹൈഡ്രജൻ മോളിക്യൂൾ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. ഇതാണ് ആ കർവ്. അപ്പം ഇവിടെ കർവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ മിനിമം എനർജി എന്ന് പറയുന്നത് 435.8 കിലോ ജൂൾ ആണ്. അത് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഇപ്പം ഇത്രയും എനർജി റിലീസ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ബോണ്ട് ആവുന്നത്. അത്രയും എനർജി കുറയുവാണ്, കുറച്ചിട്ടാണ് എന്താവുന്നത്. അപ്പോൾ എനർജി മിനിമൈസ് ചെയ്തിട്ട് മോളിക്യൂൾ സ്റ്റേബിൾ ആവുന്നതാണ്. അപ്പം ഈ കർവ് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുന്നത് എപ്പോഴാണ്? അത് ദൂരെ ആയിരിക്കുമ്പോൾ. പിന്നെ അത് അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താവും? എനർജി കുറഞ്ഞു മിനിമം സ്റ്റേജിൽ എത്തുമ്പോൾ അവിടെ ബോണ്ടിങ് നടക്കും. ഇപ്പോൾ ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 435.8 കിലോ ജൂൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. By using the concept of hybridization, explain the structure of H2O molecule. അപ്പം H2O മോളിക്യൂളിനെ എന്ത് വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ. ഇപ്പൊ ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് അറിയാം, ദ ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അതാണ് എന്ത്? ഹൈബ്രിഡൈസേഷൻ അല്ലെ. അപ്പൊ H2O മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ H2O മോളിക്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കാണും. എന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യനും ഹൈബ്രിഡൈസേഷന്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും സെൻട്രൽ ആറ്റം എടുക്കാം. ഇവിടെ ആണെങ്കിൽ H2O ഓക്സിജൻ ആറ്റമാണ്. അപ്പോൾ ഓക്സിജൻ ആറ്റത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഓക്സിജൻ ആറ്റം അറ്റോമിക് നമ്പർ 8 ആണ്. ഇപ്പോൾ 8 എന്ന് പറയുമ്പോൾ എന്താണ്? 1s2 2s2. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം 2p4. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ബോക്സ് ടൈപ്പ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ടാമത് വരയ്ക്കുന്നില്ല. അപ്പൊ ഇവിടെ 1s-ൽ 2, 2s-ൽ 2, 2p-ൽ എത്രയാണ്? 2p ഒറ്റ ബോക്സ് ആയിട്ട് വരയ്ക്കാം. അതിൽ 3 ഓർബിറ്റൽസിലായിട്ട് 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 1 2 3 4. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഷേപ്പ്. അപ്പൊ ഇനി നമുക്ക് എന്ത് പറയുന്നത്? ഇനി ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കണം അല്ലെ. അപ്പോൾ H2O മോളിക്യൂളില് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഒരു s ഓർബിറ്റലും 3p ഓർബിറ്റൽസും ഉണ്ട്. അപ്പം ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. കമ്പൈൻ ചെയ്തിട്ട് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ എത്ര sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും? നമുക്കറിയാം ഹൈബ്രിഡൈസേഷന്റെ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് അത്രയും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടും. അതിനെല്ലാം ഈക്വൽ എനർജി ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4. ഇപ്പം ഒരു s ഓർബിറ്റൽ ഉണ്ട്, 3p ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ 4. അപ്പൊ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പൊ അതിനെല്ലാം ഈക്വൽ എനർജി ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 4 ഓർബിറ്റൽസ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ 1 2 3 4 ഈ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലും ഇനിയിപ്പോ ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടൽ? ഇവിടെ 2, then 2, ഇവിടെയും 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല് 1 ഒരു ഇലക്ട്രോൺ, രണ്ടാമത്തേൽ ഒരു ഇലക്ട്രോൺ, മൂന്നാമത്തേൽ ഒരു ഇലക്ട്രോൺ, നാലാമത്തേൽ ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയായി? 4 ഇലക്ട്രോൺസ് ആയി. പക്ഷെ ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം 2 ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റലിൽ ഉണ്ടാവും. ബാക്കി 2 ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺസും. അപ്പോൾ ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഓർബിറ്റൽസ് എന്താണ്? അണ്ടർഗോ ഫോർ ബോണ്ടിങ് വിത്ത് ഹൈഡ്രജൻ ആറ്റം. ഇപ്പൊ ഈ 2 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള
ഓർബിറ്റൽസ് എന്തിൽ ഇൻവോൾവ് ചെയ്യും? ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ട് H2 മോളിക്യൂൾ ഫോം ചെയ്യും. ഈ രണ്ട് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ലോൺ പെയർസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതാണ് വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ്. ബൈ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ആദ്യം നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നും എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതെന്ന് കാണിക്കാം. എന്നിട്ട് എന്ത് പറയണം? ഇതിന്റെ ഷേപ്പ്. ഇപ്പം ആക്ച്വലി ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഷേപ്പ്? ടെട്രാഹെഡ്രൽ ആയിരിക്കും. പക്ഷെ ഇതില് ഓൺലി ബോണ്ടിങ് നടക്കുന്നത് 2 ഓർബിറ്റൽസിലാണ്. ബാക്കി 2 എണ്ണം എന്താണ്? ലോൺ പേഴ്സ് ആണ്. അപ്പൊ ലോൺ പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ നടക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് റിപ്പൽഷൻ റിപ്പൽഷൻ കൂടും. ലോൺ പേഴ്സിന് റിപ്പൽഷൻ കൂടുതലായത് കാരണം ഈ 2 ബോണ്ടിങ് പേഴ്സിന് അത് കൂടുതൽ റിപ്പൽ ചെയ്യും. അങ്ങനെ ഷേപ്പ് എന്തായിട്ട് മാറും? എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടെട്രാഹെഡ്രലിന് പകരം നമുക്ക് കിട്ടുന്നത് ബെൻഡ് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് ആണ്, ഇൻവേർട്ടഡ് വി ഷേപ്പ് ആണ് വാട്ടർ മോളിക്യൂളിനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ ഇഥീൻ ഈസ് sp, sp2, sp3, sp3d. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ കാണാനാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഏത് മോളിക്യൂൾ ആണോ തന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഇഥീൻ മോളിക്യൂൾ ആണല്ലോ തന്നത്, ഇഥീൻ. അപ്പൊ അതൊന്ന് ആലോചിക്കുക. ഇഥീൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ ഡബിൾ ബോണ്ട് ആണല്ലോ. ഇപ്പൊ കാർബൺ ഡബിൾ ബോണ്ട്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കാണാൻ, കാർബൺ കോമ്പൗണ്ട്സിന്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പൊ കാർബണിന്റെ നമ്പർ ഓഫ് ബോണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പൊ കാർബൺ എല്ലാം സിംഗിൾ ബോണ്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കാർബണിന് ചുറ്റും 4 ബോണ്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആയിരിക്കും. എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3. ഒരു ഡബിൾ ബോണ്ട് ആണ്, കാർബണിന് ചുറ്റും ഒരു ഡബിൾ ബോണ്ട് ഇട്ട് ബാക്കി സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? ഈ കാർബൺ ആറ്റം sp2 ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. ഇനി ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, കാർബണിന് ചുറ്റും ഒരു ട്രിപ്പിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ആണെങ്കിൽ എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ബോണ്ട്സ് നോക്കി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റും. ഇപ്പൊ ഏത് മോളിക്യൂൾ വന്നാലും അതൊന്ന് ജസ്റ്റ് വരയ്ക്കുക. അതിൽ എത്ര ബോണ്ടിങ്, ഇപ്പൊ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്കതിന്റെ ഹൈബ്രിഡൈസേഷൻ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 ബോണ്ട്, ഇവിടെ സോറി ഇഥീനിലാണെങ്കിൽ 2, ഒരു ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പോൾ sp2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? sp2 hybridization ആണ് ആൻസർ. Next, the type of hybridization indicates the geometry of a molecule. In water molecule, the oxygen atom is sp3 hybridized, but the water molecule has no tetrahedral geometry. Explain. അത് ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു. വാട്ടർ മോളിക്യൂൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, അത് കറക്റ്റ് ആണ്. പക്ഷേ അതിന് എന്ത് ജോമെട്രി അല്ല? ടെട്രാഹെഡ്രൽ ജോമെട്രി അല്ല. അത് ഹൈബ്രിഡൈസേഷൻ sp3 ആയത് കാരണം ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ലോൺ പേരും തമ്മിലുള്ള റിപ്പൽഷൻ മാക്സിമം ആണ്. അതുപോലെ ലോൺ പേരും ബോണ്ട് പേരും തമ്മിലുള്ള റിപ്പൽഷനും കൂടുതലാണ്. എന്തിനേക്കാളും? ബോണ്ട് പേരും തമ്മിലുള്ള റിപ്പൽഷനേക്കാളും. അപ്പോൾ 2 ലോൺ പേഴ്സ് വരുന്നത് കാരണം ഔട്ട് ഓഫ് 4 ഇലക്ട്രോൺ പേയേഴ്സ് 2 ആർ ലോൺ പേയേഴ്സ്. സോ ദ ജോമെട്രി will be different from tetrahedral. ഓക്കെ, ഏതാണ് ആ ജോമെട്രി? ബെൻഡ് ഷേപ്പ് ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറഞ്ഞാൽ ലോൺ പേഴ്സ് വരുന്നതുകൊണ്ടാണ്. ഡ്യൂ ടു ദ ഗ്രേറ്റർ റിപ്പൽഷൻ ബിറ്റ്വീൻ ലോൺ പേഴ്സ്, ദ ഷേപ്പ് വിൽ ഡിസ്റ്റോർട്ട് ഫ്രം tetrahedral and it will change to angular shape or bent shape or inverted V shape. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The formation of molecular orbitals can be described by എന്താണ് ഇവിടെ? By the linear combination of atomic orbitals. Which one of the following correctly represent the formation of bonding molecular orbitals from the atomic orbitals having wave function psi a and psi b? Psi a psi b atomic orbitals ആയിട്ട് കൊടുത്താൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്?
അപ്പം psi a ഇൻറ്റു psi b ആണോ, psi a ഡിവൈഡഡ് ബൈ psi b ആണോ, psi a പ്ലസ് psi b ആണോ, psi a മൈനസ് psi b ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിന് എന്താണ് psi a പ്ലസ് psi b. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് ആൻസർ ചൂസ് ചെയ്യാം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. But define the term hybridization. Explain sp3 hybridization taking methane as an example. ഇപ്പൊ methane hybridization പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ? ആദ്യം സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം CH4 ആണ്. അപ്പൊ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാർബൺ 6 ഇലക്ട്രോൺസ് ആണ്. അതിന്റെ 6 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. ടോട്ടൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1s2 2s2 2p 2 കാർബൺ ആറ്റം ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇപ്പൊ ബോക്സ് വരച്ചിട്ട് കാണിക്കാം, ബോക്സ് ടൈപ്പ് റെപ്രസെന്റേഷൻ. ഇപ്പൊ 1s2 2 ഇലക്ട്രോൺസ്, ഇതില് 2s2 2p2. ഇത് ഇതിന്റെ കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ, ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇപ്പം കാർബൺ ആറ്റം എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്കറിയാം. എക്സൈറ്റേഷൻ, ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ നടക്കും. അതായത് ഈ എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസും പി ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസും ഉണ്ട് അല്ലെ. അപ്പൊ ഈ എസ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ പി ഓർബിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടും എന്താവും? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആവും. പി ഓർബിറ്റിലും കൂടി ഹാഫ് ഫിൽഡ് ഓർബിറ്റിലാവും. അപ്പൊ അത് കൂടുതൽ സ്റ്റേബിൾ ആണ്. അപ്പൊ അത് കാരണം നമുക്ക് കാർബൺ എപ്പോഴും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ലോവസ്റ്റ് ഓർബിറ്റൽ ഇസ് ജമ്പിങ് ടു ദ ഹയസ്റ്റ് എനർജി ഓർബിറ്റൽ. അപ്പം അത് അങ്ങോട്ട് ചാടുകയാണ്. അപ്പം ഇവിടെ നോക്കാം കാർബൺ ആറ്റത്തിന്റെ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ. ഇപ്പൊ കാർബൺ ആറ്റത്തിന്റെ തന്നെ എക്സൈറ്റഡ് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2s1, അതായത് 2s2 ആയിരുന്നു, അതിൽ ഒരു ഇലക്ട്രോൺ പിയിലോട്ട് ജമ്പ് ചെയ്യാണ്. അപ്പൊ 2p3 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ. ഇപ്പൊ എന്ത് വരും? 3 ബോക്സസ് വരയ്ക്കാം. വൺ എസ് ടു ഉണ്ട്, 2s1 2p3. ഇനിയിപ്പോ അടുത്ത കേസിൽ എന്താണ്? ഹൈബ്രിഡൈസേഷൻ. അതായത് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് ഒരു എസ് ഓർബിറ്റലും 3p ഓർബിറ്റൽസുമാണ്. അങ്ങനെ നമുക്ക് sp ഒരു എസും 3pയും, അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുന്നത്. ആഫ്റ്റർ sp3 hybridization we will get 4 sp3 hybridized orbital. അപ്പം ഈ 1s ഓർബിറ്റൽ ഉണ്ട്, അത് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണ്. ഈ 1s ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1sന്റെ കൂടെ നമുക്ക് എന്ത് കൂടി കിട്ടും? 1s2, ബാക്കി 4 ഓർബിറ്റൽ. 4 ഓർബിറ്റൽസ് sp3 hybridized orbital, 4 sp3 hybridized orbital. എല്ലാം ഈക്വൽ എനർജി ആയതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് വരയ്ക്കാം. അതിൽ ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്താവണം? അത് ഷെയർ ചെയ്തിട്ട് അത് രണ്ട് ഇലക്ട്രോൺസ് ആവണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഹൈഡ്രജനുമായിട്ട് അതിന്റെ ഇലക്ട്രോൺ ഷെയർ ചെയ്യും. അപ്പൊ ഇതാണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ. ഇപ്പൊ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുന്നത്. sp3 hybridized orbital will undergo bonding with the s orbital of hydrogen atom. Okay, അപ്പൊ അതാണ് അതിന്റെ ബോണ്ടിങ്. ഇവിടെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. പിന്നെ ബോണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ എന്ത് സംഭവിക്കും? ഓൾ ദ sp3 hybridized orbitals will undergo bonding with the s orbital of hydrogen atoms. അപ്പം 4 ഹൈഡ്രജൻ ആറ്റത്തിന്റെ s ഓർബിറ്റൽസുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഷേപ്പും കൂടി, അതായത് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. അതിന്റെ പിക്ചറും കൂടി ഇതിൽ സ്ട്രക്ചറും കൂടി വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. എല്ലാം സിഗ്മ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പം ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ ഹൈബ്രിഡൈസേഷന്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഇത് ബോണ്ടിങ്ങും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ്. ഇപ്പം ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ എന്താവും? ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ s ഓർബിറ്റൽസ് വന്നിട്ട് ബോണ്ടിങ് നടത്തും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. Draw the molecular orbital diagram for O2 molecule. Account for its magnetic character.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ O2 മോളിക്യൂൾ അല്ലെ. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്നത് എന്താണ്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്താവും? മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോൺസ് നമ്മൾ വരയ്ക്കുന്നത്, പിന്നെ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ മോളിക്യൂൾ ആവുമ്പോൾ എന്താണ് അവിടെ അറ്റോമിക് ഓർബിറ്റൽസ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. പിന്നെ ആ അറ്റോമിക് ഓർബിറ്റൽസ് മോളിക്കുലാർ ബോണ്ട് ഫോർമേഷനിൽ എന്താവും? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പം അങ്ങനെ ഇപ്പം ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? ഇലക്ട്രോണിക്, ആദ്യം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം അല്ലെ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അത് മോളിക്കുലാർ ഓർബിറ്റലിന് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. മോളിക്കുലാർ ഓർബിറ്റൽസും ഇതുപോലെ എനർജി ഓർഡർ ഉണ്ട്. അപ്പം എന്താണ് അതിന്റെ എനർജി ഓർഡർ നോക്കാം. അപ്പം ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, pi 2px2 equal to pi 2p/2, pi star 2px1 equal to pi star 2py1. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. അപ്പൊ ഇതിന്റെ ഓർഡർ പഠിക്കണം. ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലോവർ മോളിക്യൂൾസ് ആണെങ്കിൽ ഈ 2pz എന്താണ്, ഈ രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈ സ്റ്റാർ. ഈ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ അതുപോലെ ഓക്സിജൻ മോളിക്യൂൾ അതുപോലെ അതിനേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ചോദിക്കുന്നെങ്കിൽ, ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഓൺലി ഇത് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള രണ്ടെണ്ണം ലോവർ മോളിക്യൂൾ ആണ്. അപ്പം ഈ രണ്ടെണ്ണം, ഈ ഒരു ഓക്സിജൻ മോളിക്യൂൾ മാത്രമേ ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു ഓർഡറിൽ വരുന്നുള്ളൂ നിങ്ങളുടെ ഫോക്കസ് ഏരിയ നോക്കുമ്പോൾ. ഇനി ഫോക്കസ് ഏരിയയിൽ പുറത്തുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഓക്സിജനും അതുപോലെ ഹയസ്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾ. ഇപ്പോൾ നൈട്രജൻ വരെ രണ്ടാമത്തെ ഓർഡർ ആണ്, മറ്റേ ഓർഡർ ഓഫ് എനർജി ഓർഡർ, ബട്ട് ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ ഒരു മോളിക്യൂൾസ് വരുന്നുണ്ട്. അപ്പൊ ഞാനത് ഡിസ്കസ് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഈ ഓർഡർ എന്തിനാണ് വരുന്നത്? ഓക്സിജൻ മോളിക്യൂൾ അതുപോലെ അതിനേക്കാളും ഹയർ ആയിട്ടുള്ള മോളിക്യൂൾസിനും ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, 1s2. അപ്പം ആദ്യം എനർജി, ഇവിടെ ഒരു ആരോ വരച്ചിട്ട് എനർജി കാണിക്കാം. എനർജി ഇൻക്രീസ് ചെയ്യും, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റോമിക് ഓർബിറ്റൽസ് വരയ്ക്കണം. അപ്പോൾ 1s വരയ്ക്കുക. ഇത് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ഓക്സിജൻ ആറ്റം. ഒരു ഓക്സിജൻ ആറ്റത്തിന് 1s ഉണ്ട്, 2s ഓർബിറ്റൽ ഉണ്ട്. ഇത് എവിടുന്നാ വന്നെന്ന് അറിയില്ലേ? ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ 8 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ 8 ഇലക്ട്രോൺസിന്റെ കോൺഫിഗറേഷൻ ആണിത്. അതായത് 1s2, 2s2, 2p4. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ ആറ്റം. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1s 2 ഇലക്ട്രോൺസ്, 2s 2 ഇലക്ട്രോൺസ്, 2p 1 2 3 4 ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓക്സിജനുമായിട്ട് ബോണ്ടിങ് നടത്താൻ വരുന്ന മറ്റേ ഓക്സിജനും ഇതുപോലെയുള്ള കോൺഫിഗറേഷൻ ഉണ്ട് അല്ലെ. 1s2, 2s2, 2p4. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, പൈ 2px. ഇത് രണ്ടും ഒരേ എനർജിയാണ്, അതുകൊണ്ടാണ് ഇത് ഒരേ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. പൈ 2pxും പൈ 2px5ഉം അതുപോലെ പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2p5ഉം ഒരേ എനർജിയാണ്. ഏറ്റവും മുകളിൽ സിഗ്മ 2pz സ്റ്റാർ ഉണ്ട്, സിഗ്മ സ്റ്റാർ 2pz. ഇനി ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുമ്പോൾ ഒരു ഓക്സിജൻ 8 ഇലക്ട്രോൺസിനെ കൊടുക്കും. അടുത്ത ഒരു ഓക്സിജൻ ആറ്റം 8 ഇലക്ട്രോൺസിനെ കൊടുക്കും. അതുപോലെ മറ്റേ ഓക്സിജൻ ആറ്റവും 8 ഇലക്ട്രോൺസിനെ കൊടുക്കുമല്ലോ. അപ്പോൾ എന്താണ് ടോട്ടൽ? 8 + 8 16 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. ഇവിടെ 2 4 6 8 10 12 14 16. ഇപ്പോൾ ഇത് രണ്ടും ഒരേ എനർജി ഓർബിറ്റൽ ആയത് കാരണം ഇത് ഒന്ന് പെയർ ചെയ്യില്ല, അതിന് പകരം രണ്ടിലും ഓരോ ഇലക്ട്രോണിനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡ്രോ ദ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ O2 മോളിക്യൂൾ. അപ്പൊ ആ ഭാഗം കംപ്ലീറ്റ് ആയി.
അക്കൗണ്ട് ഫോർ ഇറ്റ് ഇസ് മാഗ്നറ്റിക് ക്യാരക്ടർ. അപ്പൊ മാഗ്നറ്റിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആണോ ഡയോമാഗ്നറ്റിക് ആണോ എന്ന് നമുക്ക് എന്ത് നോക്കി പറയാൻ പറ്റും? ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം നോക്കി പറയാം. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതെല്ലാം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ് ഇതില്, ഈ ഒരു സെക്ഷനിൽ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മാഗ്നറ്റിക് ക്യാരക്ടർ എങ്ങനെ നോക്കാമെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ മാഗ്നറ്റിക് ക്യാരക്ടർ നോക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രത്തില് ഇലക്ട്രോൺസ് എല്ലാം പെയ്ഡ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ എന്ന് നോക്കാം. അതായത് ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് പറയാൻ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് എല്ലാത്തിലും, അല്ലെ? 2 ഇലക്ട്രോൺസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പെയ്ഡ് എന്ന് പറയും. ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അൺപെയ്ഡ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ 2 ഓർബിറ്റിൽ അൺപെയ്ഡ് ആണ്. അപ്പൊ ഇതിന് എന്താണ്, എന്ത് മാഗ്നറ്റിക് ക്യാരക്ടർ ആണുള്ളത്? ഇപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ പാരാമാഗ്നറ്റിസം കാണിക്കും, പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണ്. അപ്പൊ ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ എല്ലാം അൺപെയ്ഡ് ആണെങ്കിൽ, എല്ലാം പെയ്ഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? അപ്പൊ ഓക്സിജൻ മോളിക്യൂള് എന്ത് കാണിക്കും? പാരാമാഗ്നറ്റിക് ബിഹേവിയർ. കാരണം അതില് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാന്നുള്ളത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓൺലി 3 മോളിക്യൂൾസിന്റെ കാര്യം മാത്രമേ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ. അത് കഴിഞ്ഞാൽ അതില് പെയ്ഡ് ഇലക്ട്രോൺസ്, എല്ലാം പെയ്ഡ് ഇലക്ട്രോൺസ് ആണോ അല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടർ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. എല്ലാം പെയ്ഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കാം. 1/2 of the difference between the number of electrons in the bonding and anti-bonding molecular orbitals is called dash. എന്താണ് അത്? വേറെ ഒന്നുമല്ല, 1/2 of the. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. 1/2 of the, 1/2 എന്ന് പറയുമ്പോൾ half of the difference between the number of electrons. Difference between the, difference എന്ന് പറയുമ്പോൾ subtraction ആണ്. Between the number of electrons in the bonding and anti-bonding molecular orbitals. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, number of bonding molecular orbitals minus number of anti-bonding molecular orbitals. അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? ബോണ്ട് ഓർഡർ ആണ്. ഓക്കെ. Write the molecular orbital electronic configuration of N2 and O2 molecules. Compare the stability and magnetic behavior of these molecules on the basis of MO theory. അപ്പൊ ഈ ക്വസ്റ്റിന് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ എഴുതണം. അപ്പൊ ഞാൻ പറഞ്ഞു നൈട്രജൻ വരെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കോൺഫിഗറേഷനും, ഓക്സിജൻ വേറൊരു കോൺഫിഗറേഷനുമാണ്. ചെറിയ വ്യത്യാസമുണ്ട്. എന്നിട്ട് കമ്പയർ ദ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എങ്ങനെ കമ്പയർ ചെയ്യും? സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ് ദ നമ്പർ ഓഫ് ബോൺസ്. ഓക്കെ, അതായത് ബോണ്ട് ഓർഡർ. നേരത്തെ ഇപ്പൊ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, 1/2 of the difference between the number of electrons in the bonding and anti-bonding molecular orbitals എന്താണ്? ബോണ്ട് ഓർഡർ ആണ്. അപ്പൊ ഇവിടെ ഞാൻ ബോണ്ട് ഓർഡർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അറിയാന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര ബോണ്ട് ഉണ്ടെന്നാണ്, നമ്പർ ഓഫ് ബോൺസ്, അല്ലെ? ഇപ്പൊ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന് ബോണ്ട് ഓർഡർ 1 ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ വേറൊരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ ബോണ്ട് വഴിയാണ്, ഒറ്റ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ്. ഇപ്പൊ ബോണ്ട് ഓർഡർ 1 എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ 2 2 ബോണ്ടാണ്. അപ്പൊ അത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബോണ്ട് ഓർഡർ 2 എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്, 2 ബോണ്ട് ഉണ്ടാവും. ബോണ്ട് ഓർഡർ 3 ആണെങ്കിൽ 3 ബോണ്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി കാണിക്കുമ്പോൾ സിംഗിൾ ബോണ്ടിനേക്കാളും സ്റ്റേബിൾ ആണ് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിനേക്കാളും സ്റ്റേബിൾ ആണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ബേസ്ഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ.
കമ്പയർ ദ സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കണമെന്നില്ല, അത് വരയ്ക്കാൻ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്പയർ ദ സ്റ്റെബിലിറ്റി പറഞ്ഞിരിക്കുന്നു, അതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യം മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാം. എന്നിട്ട് രണ്ടിന്റെയും ബോണ്ട് ഓർഡർ കാണാം. അപ്പൊ ബോണ്ട് ഓർഡർ കൂടുതലുള്ളത് ഏതിനാണോ അതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ദെൻ മാഗ്നറ്റിക് ബിഹേവിയർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു മാഗ്നറ്റിക് ബിഹേവിയർ എങ്ങനെ കാണാം. അപ്പോൾ പാരാമാഗ്നറ്റിക് ആണോ, ഓരോന്നും പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് എഴുതണം. അതിന് നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം നോക്കിയാൽ മതി. മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വേണമെന്നില്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആൻസർ നോക്കൂ. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ സിഗ്മ 2pz ഒരു ചെറിയ ചേഞ്ച് വരും. അപ്പൊ ഇവിടെ അത് നോക്കി വെക്കാം. അപ്പൊ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 ഇത്രയും സെയിം ആയിരിക്കും. ഇവിടുന്ന് സിഗ്മ 2pz ആണ്. അപ്പൊ ഓക്സിജനും അതിന്റെ മുകളിലുള്ള മോളിക്യൂളും ആണെങ്കിൽ അതിന് സിഗ്മ 2pz ആയിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക. എന്നിട്ടാണ് പൈ 2px ഈക്വൽ ടു പൈ 2py വരെ. പക്ഷെ അതിന്റെ ചെറിയ ലോവസ്റ്റ് മോളിക്യൂൾ ചോദിക്കുവാണെങ്കിൽ പൈ 2px ഈക്വൽ ടു പൈ 2py ആണ് ആദ്യം വരുന്നത്, പിന്നെ സിഗ്മ 2pz വരും. ഓക്കെ, അപ്പൊ ഇതാണ് നൈട്രജന്റെ കോൺഫിഗറേഷൻ. 14 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 2, 4, 6, 8, 10, 12, 14. ഓക്സിജൻ 16 ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നോക്കൂ, നമ്മൾ ഓൾറെഡി കണ്ടതാണ് കോൺഫിഗറേഷൻ. ഇനി ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ കാണാൻ വേണ്ടി ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഹാഫിന്റെ അവിടെ ഫിക്സ്ഡ് ആണ്, ഒന്നും ചെയ്യാനില്ല. NB ഫോർ ഓക്സിജൻ ആറ്റം. ഫസ്റ്റ് നൈട്രജൻ മോളിക്യൂൾ അല്ലേ, അപ്പൊ നൈട്രജൻ മോളിക്യൂളിന് തുടങ്ങാം. NB എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. അപ്പം എങ്ങനെയാണ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഏതാണ്, ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്? ബോണ്ടിങ് ഇലക്ട്രോൺസിൽ എന്തുണ്ടാവില്ല, സ്റ്റാർ ഉണ്ടാവില്ല. സ്റ്റാർ ഉള്ളതെല്ലാം ആന്റി ബോണ്ടിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിൽ സ്റ്റാർ ഇല്ലല്ലോ, അപ്പൊ ഇത് ബോണ്ടിങ് ആണ്. അപ്പൊ ഈ 2 ഇലക്ട്രോൺസ് ബോണ്ടിങ് ആണ്. ഇതിൽ സ്റ്റാർ ഉണ്ട്, ഇത് ആന്റി ബോണ്ടിങ് ആണ്. അപ്പൊ ഇത് കൗണ്ട് ചെയ്യണ്ട. അപ്പൊ ബോണ്ടിങ് മാത്രം കൗണ്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നൈട്രജൻ ഇവിടെ 2, 4, 6, 8, 10 ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഹാഫ് ഇൻറ്റു 10 മൈനസ് ആന്റി ബോണ്ടിങ് ഇവിടെ 2, 4. വേറെ ഏതിനെങ്കിലും സ്റ്റാർ ഉണ്ടോ? ഇല്ല. അപ്പൊ 4. അപ്പൊ ഹാഫ് ഇൻറ്റു 10 മൈനസ് 4, ഹാഫ് ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 3. അപ്പൊ 3 ബോണ്ടാണ്. നൈട്രജൻ വേറൊരു നൈട്രജൻ ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ 3 ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, എന്നാൽ മാത്രമേ നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവൂ. അതാണ് ഇതിന്റെ അർത്ഥം. ബോണ്ട് ഓർഡർ 3 ആണെന്ന് പറയുന്നത്. അതുപോലെ ഓക്സിജന്റെ ബോണ്ട് ഓർഡർ കൗണ്ട് ചെയ്തോളൂ. 2 ബോണ്ടിങ് ഇലക്ട്രോൺസ്, 2, 4, 6, 8, 10 അല്ലേ? പിന്നെ ഇല്ലല്ലോ, ഇല്ല, 10. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 മൈനസ് 2, 4 ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഞാനിപ്പോൾ കൗണ്ട് ചെയ്തത്. 2, 4, 5, 6. ഇവിടെ രണ്ടും ഒന്നാണ്, ഓരോ ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 1, 1. ടോട്ടൽ 6. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 മൈനസ് 6, 2. അപ്പൊ ഇനി പറയൂ ഏതാണ് മോർ സ്റ്റേബിൾ? ഞാൻ പറഞ്ഞു ബോണ്ട് ഓർഡർ കൂടുതൽ ഉള്ളതാണെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പം ട്രിപ്പിൾ ബോണ്ട് ആണ് നൈട്രജൻ മോളിക്യൂളിനുള്ളത്, ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? നൈട്രജൻ മോളിക്യൂൾ ആണ്. ഓക്കെ, നൈട്രജൻ മോളിക്യൂളിന് ബോണ്ട് ഓർഡർ 3 ആണ്, 3 ബോണ്ട്സ് ഉണ്ട്. അപ്പൊ അതാണ് കൂടുതൽ സ്റ്റേബിൾ. പിന്നെ മാഗ്നറ്റിക് ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാം, എങ്ങനെ കൗണ്ട് ചെയ്യുന്നു. സിംഗിൾ ബോണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്, പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. പക്ഷെ ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഡയറ്റോമിക് സ്പീഷീസ് Ne2 does not exist but Ne2 minus can exist. Explain on the basis of molecular orbital. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ മതി. ഇപ്പൊ Ne2 നിയോൺ ആണ്. നിയോണിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ആദ്യം അതിന്റെ അറ്റോമിക് നമ്പർ അറിയണം. അപ്പം നിയോൺ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്?
ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയ ഒരു നോബിൾ ഗ്യാസ് ആണ്. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ 1s2 2s2 ഇപ്പൊ അറ്റോമിക് നമ്പർ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അതായത് 1s2 2s2 2p6 അല്ലെ. അപ്പൊ ഒരു നിയോൺ ആറ്റത്തിൽ 10 ഇലക്ട്രോൺസ്, അപ്പൊ ടോട്ടൽ 20 ഇലക്ട്രോൺസ്. ഇവിടെ നോക്കാം, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz. ഇതാണ് നിയോൺ ആണ്, ഓക്സിജനേക്കാളും മുകളിൽ വരുന്നതാണ്. അപ്പോൾ 2pz ആണ് ആദ്യം വരുന്നത്. പിന്നെ പൈ 2px, പൈ 2py, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. അപ്പം എല്ലാത്തിലും 2 ഇലക്ട്രോൺസ് വീതം ഉണ്ട്. ഇതാണ് നിയോന്റെ കോൺഫിഗറേഷൻ, നിയോന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ്, അപ്പൊ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ നിങ്ങൾ ഇതിന്റെ ബോണ്ട് ഓർഡർ നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ ബോണ്ട് ഓർഡർ നോക്കുമ്പോൾ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ, അതെന്താണ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് 2, ഇവിടെ 4 അല്ലെ, 6 10. അപ്പോൾ ടോട്ടൽ 10 മൈനസ് ആന്റി ബോണ്ടിങ്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 4 6 8 10, ടോട്ടൽ ഹാഫ് ഇൻറ്റു 10 മൈനസ് 10. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഒരു ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, പിന്നെ Ni2 മൈനസ് ആണെങ്കിൽ 2 മോർ ഇലക്ട്രോൺസ് അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 2 മൈനസ് ചാർജ് കിട്ടുന്നത് അല്ലെ. സോറി, ഇവിടെ Ni2 മൈനസ് ആണ്. Ni2 മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇലക്ട്രോൺസ് വരിക, Ne2 മൈനസ് എന്നാണ് ഇത്. അപ്പൊ മൈനസ് എന്നുള്ളത് ഒറ്റ ചാർജ് ആണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടുതൽ അതിലേക്ക് വരുവാണ്. ഒരു ഇലക്ട്രോൺ വരിക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് എല്ലാം ഫിൽഡ് ആണ് അല്ലെ. നെക്സ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ വരുന്ന ഇലക്ട്രോൺ പോകുന്നത് ബോണ്ടിങ്ങിലേക്കാണ്. ബോണ്ടിങ് ഇലക്ട്രോൺ ആയിട്ടാണ് വരുന്നത് അല്ലെ. ബോണ്ടിങ് ഓർബിറ്റിലോട്ടാണ് ആ ഇലക്ട്രോൺ പോവുക. അപ്പൊ ഇവിടെ ബോണ്ടിങ് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസിന്റെ എണ്ണം 1 കൂടും. അപ്പോൾ 11 മൈനസ് 10 ആവും. അപ്പൊ നമ്മുടെ ബോണ്ട് ഓർഡർ 0.5 എന്ന് പറഞ്ഞാൽ അത് അവിടെ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു വേണം നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. He2 cannot exist as stable molecule. Justify this statement on the basis of bond order. ഇവിടെയും നിങ്ങൾ സെയിം വേ He2 എന്ന് പറയുമ്പോൾ ഹീലിയം, ഹീലിയം 2 എന്നുള്ള ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പൊ ഹീലിയം സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ കഴിഞ്ഞ രണ്ടാമത്താണ് ഹീലിയം 2 അല്ലെ. അപ്പൊ 1s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ 1s2 അത്രേ ഉള്ളൂ. ഇനി എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ പറയുമ്പോൾ 2 ഹീലിയം ആറ്റം. അപ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 4 ഇലക്ട്രോൺസ് ആണ്. സിഗ്മ സ്റ്റാർ 1s2 4 ഇലക്ട്രോൺസ്. ഇതിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു number of bonding electrons minus number of anti-bonding electrons. എത്രയാണ്? ഹാഫ് ഇൻറ്റു NB, number of bonding electrons 2 minus number of anti-bonding electrons 2 is equal to 0. So He2 cannot exist. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വേണ്ട, മോളിക്കുലാർ ഓർബിറ്റൽ എക്സ്പ്രഷൻ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്കുലാർ ഓർബിറ്റിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്തിരിക്കുന്നത് ആ ഒരു കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ മാത്രം മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിവൈസ് ചെയ്യുക. കൺസെപ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. ഏതൊരു എക്സാമിനായാലും CBSE-ക്കൊക്കെ ആണെങ്കിൽ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വലിച്ചു വാരി എഴുതണ്ട, പോയിന്റ് മാത്രം എഴുതി നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.